നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 40 വയസ്സിന് ശേഷം സ്കിൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യണം, നിങ്ങൾക്ക് ആ ഒരു ബ്രൈറ്റ്നസും കാര്യങ്ങളും അല്ലെങ്കിൽ ഗ്ലോ വർദ്ധിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, മുഖത്ത് മങ്ങലേറ്റ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കരുവാളിപ്പിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ഏറ്റവും നല്ലൊരു വീഡിയോ തന്നെയായിരിക്കും. കാരണം പലതരത്തിലുള്ള ഫേഷ്യൽസ്, ക്രീംസ്, സിറംസ് ഒക്കെ തന്നെ നിങ്ങൾ പല വിധത്തിലും നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ടും നിങ്ങൾക്ക് ഗ്ലോ വർദ്ധിപ്പിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ യഥാർത്ഥ ഗ്ലോ എന്നുള്ളത് നമ്മുടെ സ്കിന്നിന്റെ ഉള്ളിൽ നിന്നും വരേണ്ടതാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഗ്ലോയിങ് സ്കിന്ന് ലഭിക്കാൻ സഹായകരമാകുന്ന ഒരു പാനീയമാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് നമ്മുടെ ന്യൂട്രിയൻ വാല്യൂസ്, പലതരത്തിലുള്ള വിറ്റമിൻസുകളുടെയും മിനറൽസുകളുടെയും കുഴപ്പം കൊണ്ട് നമുക്ക് സ്കിന്നിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ഇവയൊക്കെ തന്നെ ഒരുപോലെ അകറ്റാൻ വേണ്ടി സഹായകരമാകുന്നതാണ്. ഇനിയും സ്കിൻ കണ്ടീഷൻസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സ്കിൻ കണ്ടീഷനെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് കാരണം എന്നുള്ളത് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. പറ്റുമെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോസിൽ ഈ കാരണങ്ങൾ വെച്ചുകൊണ്ട് നല്ലൊരു വീഡിയോ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഗ്ലോയിങ് സ്കിന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് രണ്ട് പ്രധാന റീസൺസ് കൊണ്ടാണ്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് ശരിയായ രീതിയിലുള്ള രക്തയോട്ടം നടക്കണം എന്നുള്ളതും, മറ്റൊന്നെന്ന് പറയുന്നത് കോശത്തിന്റെ പുനർജീവനം ശരിയായ രീതിയിൽ നടക്കണം എന്നുള്ളത് കൊണ്ടാണ്. അതായത് രക്തയോട്ടം ശരിയായ രീതിയിൽ നടക്കുന്ന സമയത്ത് ശരിയായിട്ടുള്ള ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ തന്നെ നമുക്ക് സ്കിന്നിന് ലഭിക്കാൻ വേണ്ടും അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായകരമാകുന്നതാണ്. മറ്റൊന്നെന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഡെഡ് സെൽസും കാര്യങ്ങളും ഒക്കെ തന്നെ റിമൂവ് ചെയ്ത് ആ സെൽസിനെയൊക്കെ തന്നെ ഒന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, നിങ്ങൾ ഒരു ദിവസം ഉറങ്ങിയിട്ടില്ലെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അമിതമായിട്ട് ക്ഷീണം വരുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് എഫക്ട് ചെയ്യുന്നത് ഒരുപക്ഷെ മുഖത്തൊക്കെ ആയിരിക്കും. ഒരുപാട് നമുക്ക് ആ ഒരു കരിവാളിപ്പിന്റെ പ്രശ്നങ്ങൾ കാണാം. അതുപോലെ തന്നെ അൺഹെൽത്തി ആയിട്ടുള്ള സ്കിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ശരിയായ രീതിയിലുള്ള ന്യൂട്രിയൻസും ശരിയായ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നതിലൂടെ നമുക്ക് സ്കിൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്ലഷ് നൽകാൻ വേണ്ടി നമ്മുടെ മുഖത്തിന് കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന പാനീയം എന്ന് പറയുന്നത് നമുക്ക് സ്കിൻ ഹെൽത്തും അതിനൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയും ഏറ്റവും ഗുണകരമാകുന്നതാണ്. ഇനി ഇതിന്റെ ഇൻഗ്രീഡിയൻസുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് ക്യാരറ്റ് ആണ് വരുന്നത്. ക്യാരറ്റില് ബീറ്റ കരോട്ടിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട്. ഈ ബീറ്റ കരോട്ടിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ഹെൽത്തിന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രത്യേകിച്ച് നമ്മുടെ സെൽ റിപ്പയറിന് വേണ്ടിയിട്ട് ഏറ്റവും ഗുണകരമായിട്ടുള്ളതാണ്. അതുപോലെ നാച്ചുറൽ ഗ്ലോ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ഏറെ ഗുണവത്തായിട്ടുള്ളതാണ്. രണ്ടാമത്തത് ബീട്രൂട്ട് ആണ് വരുന്നത്. ബീട്രൂട്ടിൽ നാച്ചുറൽ ആയിട്ട് തന്നെ നൈട്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. ഇത് ഭക്ഷണശേഷം നൈട്രിക് ഓക്സൈഡ് ആയിട്ട് മാറുകയും ഈ ഒരു നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്നത് നമുക്ക് ബ്ലഡ് വെസൽസിനെ റിലാക്സേഷന് സഹായിക്കുന്നതാണ്. ഇതിലൂടെ രക്തയോട്ടം ശരിയായ രീതിയിൽ നടക്കാൻ വേണ്ടി സഹായിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ബീട്രൂട്ടും ഇതിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ നിങ്ങൾക്ക് ഗ്ലോ വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായകരമാകും. മൂന്നാമത് വരുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ആവശ്യമായിട്ടുള്ളത്. ഇഞ്ചി എന്ന് പറയുന്നത് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി അടങ്ങിയിട്ടുള്ളതാണ്. നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ടുകൾ അകറ്റാൻ വേണ്ടി ഏറ്റവും ഗുണകരമാണ്. ഒപ്പം തന്നെ ദഹനം ശരിയായ രീതിയിൽ നടക്കാൻ വേണ്ടിയും സഹായകരമാകുന്നതാണ്. നാലാമതെന്ന് പറയുന്നത് നാരങ്ങയാണ് വരുന്നത്. അപ്പൊ ഈ ഒരു നാരങ്ങ എന്ന് പറയുന്നത് വിറ്റമിൻ സി സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട്. വിറ്റമിൻ സി എന്ന് പറയുന്നത് കൊളാജനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്ക് 40 വയസ്സിന് ശേഷം ഒക്കെ തന്നെ പലർക്കും പ്രായാധിക്യം മൂലം ഉണ്ടാകുന്ന ഒരുപാട് സ്കിൻ കംപ്ലൈൻസുകൾ വരാറുണ്ട്. ഇതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് കൊളാജിന്റെ കുറവ് മൂലമാണ് നമുക്കിത് പെട്ടെന്ന് നമുക്ക് പ്രായം തോന്നിക്കുന്നുണ്ടാവുന്നത്. ഇതൊരു 30 വയസ്സിന് ശേഷം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊളാജിൻ ക്രമാതീതമായിട്ട് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കൊളാജിൻ നമുക്ക് ഭക്ഷണത്തിലൂടെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നത് വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ഗുണകരമായിട്ടുള്ളതാണ് നാരങ്ങ എന്നുള്ളത്. അപ്പോൾ നാരങ്ങ നമുക്കൊരു പകുതി കഷ്ണമാണ് നമുക്ക് ഈ ഒരു കൂട്ടിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതിനകത്തേക്ക് ചേർക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള ക്യാരറ്റ് ആണെന്നുണ്ടെങ്കിലും ബീട്രൂട്ട് ആണെന്നുണ്ടെങ്കിലും ഇവ രണ്ടും എന്ന് പറയുന്നത് ഫാറ്റ് സോലുബിൾ ആയിട്ടാണ് വരുന്നത്. അതായത് നമുക്കൊരു ഫാറ്റിനൊപ്പം അല്ലെങ്കിൽ ഒരു കൊഴുപ്പിനൊപ്പം നമ്മൾ ചേരുന്ന സമയത്താണ് ഇത് ശരിയായ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ആഗിരണം ചെയ്യുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് അതേപടി തന്നെ പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ഒരു കൂട്ടിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് 3 വ്യത്യസ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒന്ന് എന്ന് പറയുന്നത് 1 സ്പൂൺ അളവായിട്ടുള്ള നെയ്യാണ് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത്.
മറ്റൊന്നെന്ന് പറയുന്നത് ഫ്ലാക്സീഡ് അഥവാ ചണവിത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചണവിത്തിന്റെ പൊടിയാണ് ആവശ്യമായിട്ടുള്ളത്. ചണവിത്തിന്റെ പൊടി എടുക്കേണ്ടതെന്ന് പറയുന്നത് 50 ഗ്രാം അല്ലെങ്കിൽ 100 ഗ്രാം അളവായിട്ടുള്ള ചണവിത്ത് എടുത്ത് ഒന്ന് ഫ്രൈ പാനിലിട്ട് ചൂടാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കുക. ഈ പൊടിയിൽ നിന്നും 1 സ്പൂൺ അളവായിട്ടുള്ള പൊടിയാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി മൂന്നാമത് വരുന്നതെന്ന് പറയുന്നത് ഇതൊന്നും പറ്റുന്നില്ല, നെയ്യ് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ചണവിത്ത് കിട്ടുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ മൂന്നാമെന്ന് പറയുന്നത് ബദാം നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ബദാം ഒരു 4-5 ബദാം തലേ ദിവസം കുതിർത്ത് വെച്ചിട്ടുള്ള ബദാമാണ് എടുക്കേണ്ടത്. ഇത് നമുക്ക് ഈ ഒരു പാനീയത്തിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളതാണ്. ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഏതൊരു ടൈമാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാം. യൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള ക്യാരറ്റ് എടുക്കുക, അതുപോലെ ഒരു പകുതി കഷ്ണമായിട്ടുള്ള ബീട്രൂട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടതാണ്. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മിക്സിയുടെ ജാറിനകത്തേക്ക് ഇടുക. അതിനൊപ്പം നമ്മൾ ചേർക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞിടുക. അതിനൊപ്പം നമുക്ക് ഈ ഒരു ചണവിത്താണെന്നുണ്ടെങ്കിൽ ചണവിത്തിന്റെ 1 സ്പൂൺ അളവായിട്ടുള്ള ചണവിത്തിന്റെ പൊടി നമുക്ക് ഉപയോഗിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ബദാം ആണെന്നുണ്ടെങ്കിൽ തലേദിവസം കുതിർത്ത് വെച്ചിട്ടുള്ള ബദാം ഉപയോഗിക്കാം. അതും അല്ലെന്നുണ്ടെങ്കിൽ നെയ്യാണെങ്കിൽ 1 സ്പൂൺ നെയ്യ് അത് ലാസ്റ്റാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഈ മിക്സിയുടെ ജാറിൽ ഇത്രയും ഇട്ടതിന് ശേഷം ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക, ബ്ലെൻഡ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഇത് അരിച്ചെടുക്കാതെ കുടിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. കാരണം അതിന്റെ യഥാർത്ഥ അല്ലെങ്കിൽ എല്ലാ ഫൈബർ കണ്ടന്റും നമുക്ക് ശരീരത്തിലേക്ക് ലഭിക്കാൻ സഹായിക്കുന്നത് ആ ഒരു രീതിയാണ്. എന്നാൽ അത് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം. അരിച്ചെടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് നെയ്യാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് 1 സ്പൂൺ അളവായിട്ടുള്ള നെയ്യ് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാം. കൂടെ തന്നെ ഒരു നുള്ള അളവായിട്ടുള്ള നമുക്ക് ഇന്ദുപ്പ് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇന്ദുപ്പ് ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ വീട്ടിലുള്ള ഉപ്പ് ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ പഞ്ചസാരയോ മറ്റ് മധുരത്തിന് വേണ്ടിയിട്ട് വേറെ യാതൊന്നും ഉപയോഗിക്കേണ്ടതില്ല, ഇത് ഉപയോഗിക്കാം. അതുപോലെ നാരങ്ങ നീര് നമുക്ക് ഒരു നാരങ്ങയുടെ പകുതി മാത്രമാണ് ആവശ്യമുള്ളത്. ഈ ഒരു നാരങ്ങ നീരും ഈ ഒരു സമയത്താണ് നമ്മൾ പിഴിഞ്ഞു കൊടുത്തിട്ട് കുടിക്കേണ്ടത്. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. എന്നാൽ ഗ്യാസ്, അസിഡിറ്റി, അതുപോലെ വയറുവീർപ്പിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് ഒഴിവാക്കുക. പകരം 11 മണി സമയത്തോ ഇല്ലെങ്കിൽ 4 മണി സമയത്തോ നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടുകൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നതാണ്. ഒറ്റ ദിവസം കൊണ്ട്, അടുത്ത ദിവസം കൊണ്ട്, അല്ലെങ്കിൽ 2-3 ദിവസം നിങ്ങൾ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് മാറ്റം കിട്ടണം എന്നുള്ളതല്ല. എന്നാൽ ഈ ഒരു യൂസ് ചെയ്തിട്ട് ഏകദേശം 4 ആഴ്ചക്കുള്ളിൽ തന്നെ നല്ല പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് സ്കിന്നിൽ കാണാൻ കഴിയുന്നതാണ്. പ്രത്യേകിച്ച് നമുക്ക് ആ ഒരു ചുളിവുകളുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നേരത്തെ നമുക്ക് ഏജ് തോന്നിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുക, മെലാസ്മ കണ്ടീഷന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, അതുപോലെ പലതരത്തിലുള്ള വിറ്റമിൻസ് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റമിൻസ് കുറയുന്ന സമയത്ത് നമുക്ക് മുഖത്ത് മങ്ങലേൽക്കാറുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് സൺടാൻ അടിച്ചിട്ടുള്ള പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ വരാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കുറഞ്ഞു കിട്ടാനായിട്ട് ഏറെ ഗുണപ്രദമാകുന്നതാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു സെൽ റിപ്പയറും കൂടി നടത്തുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ സൺടാൻ അടിച്ചിട്ടുള്ള ഡെഡ് സെൽസും കാര്യങ്ങളും ഒക്കെ തന്നെ സ്വാഭാവികമായിട്ട് റിമൂവ് ചെയ്ത് അവിടെ നമുക്ക് ആ ഒരു കോശത്തിന് പുനർജീവനം നൽകാൻ വേണ്ടിയും സഹായിക്കുന്നതാണ് ഈ ഒരു രീതി എന്ന് പറയുന്നത്. ഇത് ആഴ്ചയിൽ ഏകദേശം 4 അല്ലെങ്കിൽ 5 തവണയെങ്കിലും കുടിക്കുന്നതാണ് ഗുണകരമായിട്ടുള്ളത്. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അതിനൊപ്പം തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയും പറ്റുന്ന പോലെ ഉള്ള എക്സസൈസുകളും കാര്യങ്ങളും, അതുപോലെ നമുക്ക് ഫേഷ്യൽ മസാജ് പോലെയുള്ളവ ഒരുപാട് ഇപ്പം യൂട്യൂബിലൊക്കെ തന്നെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഞാനും വീഡിയോസിൽ ചെയ്തിട്ടുള്ളതാണ്. ഏതാണോ നിങ്ങൾക്ക് എളുപ്പമെന്ന് തോന്നുന്നത് ആ രീതിയിലുള്ള ഫേസ് മസാജുകൾ ഓയിൽസ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ക്രീംസ് യൂസ് ചെയ്തിട്ട്, ജെൽ യൂസ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും തൈറോയ്ഡ് ഇഷ്യൂസ്, ഹോർമോണൽ ഇഷ്യൂസ് ഒക്കെ കൊണ്ടാണ് നിങ്ങൾക്ക് സ്കിൻ കണ്ടീഷൻസ് വരുന്നതെന്നുണ്ടെങ്കിൽ റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കി അതിനാവശ്യമായിട്ടുള്ള മെഡിസിൻസും കൂടെ നമ്മൾ ഉള്ളിൽ കഴിക്കുമ്പോഴാണ് സ്കിൻ കണ്ടീഷൻസിന് മാറ്റങ്ങൾ വരുന്നത്. ഇത് പ്രധാനമായിട്ടും സ്കിന്നിലെ ഹൈഡ്രേഷൻ കുറഞ്ഞു വരിക, അതുപോലെ ഡ്രൈനെസ് അമിതമായിട്ട് വരിക, കൂടാതെ നമുക്ക് ന്യൂട്രിയൻ പ്രശ്നങ്ങളൊക്കെ തന്നെ കുറഞ്ഞു വരിക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും ഗുണകരമായിട്ട് നമുക്ക് റിസൾട്ട് ലഭിക്കുന്നത്. എന്നാൽ എന്തെങ്കിലും തരത്തിലുള്ള ഇപ്പൊ PCOD കണ്ടീഷൻസോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രധാനമായിട്ട് നമ്മൾ സോൾവ് ചെയ്യേണ്ടതാണ്. ഇനി നിങ്ങളുടെ കണ്ടീഷൻസ് എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ട് ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിലോ ഇത് കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് മെഡിസിൻസും കാര്യങ്ങളോ നിങ്ങളുടെ അവസ്ഥകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഈ ഒരു അറിവ് ഷെയർ ചെയ്യുക. അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വിഷയമായിട്ട് കാണാം. നന്ദി.